രജിജി, കുംഭമേള ആരംഭിക്കുകയാണ്. മഹാകുംഭമേളയാണ് ഇത്തവണ. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. ഞാനിപ്പോൾ കേട്ടു, ഈ നമ്മുടെ LMRKക്ക് കുംഭമേളയിൽ അസോസിയേറ്റ് ചെയ്യാൻ അവിടെ ചില സംവിധാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ? അതൊരു ഭയങ്കര അത്ഭുതമായ കാര്യമാണ്. കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി ആ കുംഭമേളയ്ക്ക് പോയതല്ല, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ബ്ലൈൻഡായിട്ട് പോയി അമ്മയുടെ ചിതാഭസ്മം കൊണ്ട് ഞാൻ ഭാരത പരിക്രമം ചെയ്യുമ്പോൾ ഹരിദ്വാറിൽ എത്തുമ്പോൾ അവിടെ കുംഭമേള നടക്കുകയാണ്. അവിടെ ഭഗവാൻ ഒരാളവിടെ ഏൽപ്പിച്ച പോലെ ഒരാൾ പണ്ഡിറ്റ്ജി വരുന്നു, എന്നെ കൊണ്ട് നിരഞ്ജന അഖാഡയിലേക്ക് കൊണ്ടുപോകണം. ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ പോയിട്ട് നമുക്ക് സ്നാനം ചെയ്യാം, അപ്പോൾ എളുപ്പമെന്ന് പറയും. അവിടുത്തെ മെയിൻ ഗുരുവിനെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണത്. അവിടെ കൊണ്ടുപോയിട്ട് ചെല്ലുമ്പോൾ അറിയണ എല്ലാ വണ്ടിയിലും മുരുകൻ്റെ ഫോട്ടോ. ഞാൻ അവിടെ ഹരിദ്വാറിൽ, അതായത് ഓരോ ഗുരുക്കന്മാരും ഒരു തേരിലിരിക്കും, എന്നിട്ട് അവർ പദയാത്രയായിട്ട് ഒരു പരിക്രമം അങ്ങനെ നടത്തുക ചെയ്യുക. അപ്പോൾ അവരുടെ അനുയായികളുണ്ടാവും, അവർ കാവിക്കൊടിയൊക്കെ വെക്കും, ഒരു ബാനർ ഉണ്ടാവും, അതിൽ പല ടൈപ്പ് സന്യാസിമാരുണ്ടാവും, നഗ്ന സന്യാസിമാരുണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പോയി അങ്ങനെ പോയി സ്നാനം ചെയ്യും. ഒരു ഘാട്ട് അവിടെ പോയിട്ട് സ്നാനം ചെയ്യും. അതാണ് കുംഭമേള ഏറ്റവും പ്രധാനപ്പെട്ടവർ. അപ്പോൾ ഓരോ ഗുരുക്കന്മാരും അത് ചെയ്യും. അപ്പോൾ അവരുടെ എത്രത്തോളം ആൾക്കാർ അതിൻ്റെ കൂടെ പദയാത്രയിൽ ഉണ്ടെങ്കിൽ അത്രത്തോളം അവർക്കൊരു ഇതാണ്. അപ്പോൾ അതിലേറ്റവും വലിയ അഖാഡകളിൽ ഒന്നാണ് നിരഞ്ജന അഖാഡ. അവിടേക്കാണ് അവിടുത്തെ ഗുരു 2 ദിവസം മുമ്പാണ് ചാർജ് എടുത്തത്. വേറെ ഗുരു സമാധിയായിട്ട് പുതിയ ഗുരുവിന് ആണ് കൊടുത്തത്. അവർ ഈ പണ്ഡിറ്റ്ജിയാണ് പൂജയ്ക്ക് പോയത്. അങ്ങനെ പണ്ഡിറ്റ്ജിക്ക് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പണ്ഡിറ്റ്ജി പറയുന്നത് നമുക്ക് അവിടേക്ക് പോകാം, എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അവരുടെ പദയാത്രയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോകണം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഗുരുജി ഇരിക്കണതിൻ്റെ പിന്നിൽ മുരുകൻ്റെ ഫോട്ടോ, നടക്കണവർ അവിടെ വെച്ച് ബാനറിൽ മുരുകൻ്റെ ഫോട്ടോ. ഞാൻ ആകെ ഷോക്കായി. എന്താ ഇങ്ങനെ? ഞാൻ ശിവഭഗവാനുള്ള പ്രതീക്ഷിക്കുന്നത്. കാശിയിലാണല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അല്ല, പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ എല്ലാ അഖാഡകളിലും ശിവഭഗവാൻ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ നിരഞ്ജന അഖാഡയുടെ ഗുരു കാർത്തിക സ്വാമിയാണ്. അത് ശരിയാണ്. അത് സത്യം പറഞ്ഞാൽ പുതിയ അറിവായിരുന്നു. പക്ഷെ അവിടേക്ക് ഇങ്ങനെ കറക്റ്റ് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് അവസാനം കുളിക്കണ സമയത്ത് 10 പേരെ ഗുരുവിൻ്റെ ഒപ്പം മെയിൻ കടവിലേക്ക് കടത്തുള്ളൂ, പിന്നെയുള്ളവരൊക്കെ വേറെ സൈഡിലേക്ക്. അപ്പോൾ ഒരു കുറേ പേരുണ്ട്, 500-600 പേരുണ്ട് അതിൽ. അവിടെ എത്തിയ സമയത്ത് ഞാനും എൻ്റെ പ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് ഇവിടുന്ന് പോയി. ഞങ്ങൾ 2 പേര് ഗുരു വിളിച്ചു. ആകെ അവരുടെ ഗുരുവിൻ്റെ കൂടെ വർഷങ്ങളോളം നിൽക്കുന്ന ആൾക്കാരൊക്കെ വേറെ കടവിലും, ഞങ്ങൾ 2 പേരും ഗുരുവിനൊപ്പം കുളിക്കാനുള്ളൊരു, അതൊരു ഭഗവാന്റെ വലിയൊരു ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് നമുക്ക് കുംഭമേളയിൽ പരിചയം. ആദ്യമായിട്ട് കുംഭമേളയിൽ എത്തുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ഭഗവാന്റെ അഖാഡയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഏറ്റവും പ്രധാന കടവിൽ കുളിക്കാൻ പറ്റി. ഈ പ്രാവശ്യം കുംഭമേള പറഞ്ഞ സമയത്ത് ഞാൻ അറിഞ്ഞെങ്കിലും പോവാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ 1 മാസം യാത്ര കഴിഞ്ഞ് വന്നു. പിന്നെ പഴനിയിലത്തെ പ്രോഗ്രാം, ഇനി വീണ്ടും ഭഗവാന്റെ അടുത്ത അഗ്നിയാഗത്തിന് വേണ്ടി യാത്രകൾ നടത്തണം, അഗ്നിയാഗത്തിന് തയ്യാറാവണം. ഒരു 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കാം, വീട്ടിലിരിക്കാം, കുറച്ച് നമ്മുടേതായ റൂട്ടിലൊക്കെ ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ വെച്ചിട്ടൊരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അവിടെ നമ്മുടെ മോഹൻജി ഉണ്ടായിരുന്നു. മോഹൻജി എന്നെ പറഞ്ഞു കുംഭമേളയ്ക്ക് വരുന്നത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു ഇതുണ്ട്, ടെൻറ്റുകളൊക്കെ ഉണ്ട്, വില്ലേജ്, മോഹൻജി വില്ലേജ് എന്ന് പറഞ്ഞു. അവിടെ ഒന്ന് താമസിക്കാം, കുറച്ച് നമുക്ക് സംസാരിക്കാം. എന്നാൽ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത്, കുറച്ച് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കാൻ വരാം, സന്തോഷം. വിളിച്ചതിന് അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് വിളിച്ചതാണല്ലോ, തീർച്ചയായും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോകേണ്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത് ഉജ്ജയിന്ന്. ഉജ്ജയിൻ നമ്മുടെ ഫ്ലാഗ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഉജ്ജയിൻ യാഗം നടത്തിയ ആ ഗുരുകുലം, അവർക്ക് ഗവൺമെൻറ് കൊടുത്ത ടെൻറ്റുകൾ അവർക്കുണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിക്കണം, LMRKയുടെ അങ്ങ് വരുമോ, LMRKയുടെ ആൾക്കാരെ കൊണ്ടുവരും. 3 ദിവസം ഈ സ്ഥലം ഞങ്ങൾ LMRKക്ക് വിട്ടുതരാം, അവിടെ വന്ന് മുരുക പൂജ ചെയ്യാം, കാർത്തിക സ്വാമിയുടെ പൂജ ചെയ്യാന്ന്. അതൊരു ഭഗവാന്റെ വിളിയായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും. കാരണം ഇത്രയും പുരാതനമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കുംഭമേളയിൽ ഇന്നലെ തുടങ്ങിയ LMRKക്ക് ഒരു സ്ഥലം നമ്മൾ ശ്രമിക്കും, ഒരു ശ്രമവും നടത്തിയിട്ടില്ല. നമ്മളെ വിളിച്ച് ഈ സ്ഥലം നിങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബന്ധമില്ലാത്ത എന്നെ അവിടെ കൊണ്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ശരി വരാം, എത്ര പേർക്ക് താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു 200 പേർക്ക് അവിടെ താമസിക്കാൻ ടെൻറ്റുകളിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ നോക്കുമ്പോൾ ടിക്കറ്റൊക്കെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല, എല്ലാം ഫുള്ളാണ്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര ഹൈ ചാർജ്. അപ്പം ഞാൻ ബുക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ മെയിൻ 5 പേരുണ്ടല്ലോ, അവരോട് പറഞ്ഞു, അവരൊക്കെ റെഡി ആയി. അപ്പോൾ ഞാൻ വെറുതെ ഗ്രൂപ്പിലിട്ടു, ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, നമുക്ക് മുരുക പൂജ ചെയ്യാം, 18-ാം തീയതി ഷഷ്ടിയാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു മുരുക പൂജ ചെയ്യാം, പോയിട്ട് അന്ന് സ്നാനം ചെയ്യാം, മുരുക പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ആൾക്കാർ 19 പേരൊക്കെ വരുന്നുണ്ടാവുള്ളൂ.
എന്നുള്ളതിൽ 200 പേർക്ക് 150 പേർക്കും കൂടി ഇവിടെ താമസ സൗകര്യമുണ്ട്. ഇഷ്ടമുള്ളവർ ഈ രജിസ്ട്രേഷൻ ഫോമിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ ഗ്രൂപ്പിലിട്ടു. അരമണിക്കൂർ ഫില്ലായി. അപ്പോൾ ഇത്രയധികം ആൾക്കാർ ഇതിന് തയ്യാറായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര തണുപ്പാണ്, സാധാരണ ടെൻ്റാണ്, സൗകര്യങ്ങൾ കുറവാണ്, ഇത്ര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗിരിവലത്തിൽ പറഞ്ഞ പോലെ അരമണിക്കൂറുണ്ട് ഫുള്ള്. അപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ഇട്ടു. സ്ഥലമില്ല അവിടെ വരണവർക്ക് മുരുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് ഭഗവാൻ നമ്മുടെ പരിപാടികൾ വലുതാക്കി കൊണ്ടുപോകണ പോലെ ഇത് വലുതാവാണ്. അപ്പോൾ വീണ്ടും ഒരു ലിസ്റ്റ് ഇട്ടു. നിങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടാവില്ല, ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം. 3 ദിവസം നിങ്ങൾക്ക് ഞാനുണ്ടാവും. 3 ദിവസം നമുക്ക് 18-ാം തീയതി കാലത്ത് 10 മണിക്ക് ആ ഗുരുക്കന്മാർ ചെയ്യണ പോലെ നമുക്കൊരു പരിക്രമമായിട്ട് പോയിട്ട് സ്നാനം ചെയ്യാം. വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ഗംഗാരതിയൊക്കെ ചെയ്യണ പോലെ അവിടെ നിന്ന് നമുക്ക് ആരതി ചെയ്യണ ആൾക്കാരെ വിളിച്ച് മുരുകാരതി ചെയ്യിക്കാം, മുരുക പൂജ ചെയ്യാം, ഭഗവാനെ പൂജിക്കാം, വാദികോളം ആ ലെവല് വലിയ ലെവലിൽ ചെയ്യാം. താമസം ഉണ്ടാവില്ല, 3 ദിവസം ഫുഡൊക്കെ എടുക്കാം. ഒന്ന് വീണ്ടും രജിസ്ട്രേഷൻ ഇട്ടു. ഇപ്പോൾ 1000 പേരായി. 1000 പേരോ? ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞു ഭയങ്കര തണുപ്പാണ്, കഷ്ടമാണ്, പൊടി ശല്യം ഉണ്ടാവും. ആൾക്കാർ ഇനി ആളുകൾ വന്നാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം അതിനുള്ള കാരണം നമ്മുടെ വീഡിയോ ചെല്ലുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ തയ്യാറായി വന്നാലോ? അതെ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരെ വിളിച്ചു, ഉജ്ജയിലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളും കൂടി ഒരു 1000 പേർക്ക് താമസിക്കാനുള്ള സ്ഥലം, 200 പേർക്കാണ് നമുക്ക് ടെൻറ്റ് കിട്ടിയിരിക്കുന്നത്, ഒരു 1000 പേർക്കുള്ള ടെൻറ്റ് കിട്ടുമെന്ന് അടുത്തുള്ള അവർക്ക് പരിചയമുള്ള ആ കടകൾ ഉണ്ടാവുമല്ലോ ഒന്ന് ചോദിച്ച് ആ 3 ദിവസം റെഡിയാക്കി പറ്റുമോ? ആള് നാളെ അവിടെ എത്തുള്ളൂ. ഉജ്ജയിലത്തെ ആൾക്കാർ എത്തിയിട്ട് 15-ാം തീയതിക്കുള്ള അറിയിക്കാന്ന് പറഞ്ഞിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മളൊരു 1000 പേരുടെ വലിയൊരു പരിക്രമം, എല്ലമാർക്കടെ ഒരു പരിക്രമം. ആദ്യമായിട്ട് കുംഭമേളയിൽ കുമാരികാണ്ഡത്തിന്റെ ഒരു ബോർഡ് അവിടെ പൊന്തും, ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഭഗവാന്റെ നിയോഗമാണ്. അല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജുനാഗാഡയിൽ നമ്മുടെ സ്വാധു ആനന്ദവനം സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. അദ്ദേഹം വന്ന് വിളിച്ചു, എന്നോട് സ്നേഹത്തോടു കൂടി വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടികൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്, അവരോട് സഹായം തീർച്ചയായും. അവർ പറഞ്ഞു അവിടെ എന്ത് സഹായത്തിനും എന്നെ വിളിച്ചോളൂ, ഞാൻ അവിടെ ഉണ്ട്. അദ്ദേഹമാണെങ്കിൽ നമ്മുടെ ആദ്യമാണ്, അദ്ദേഹമാണെങ്കിൽ ഇതിന്റെ എക്സ്പെർട്ടാണ്. അതെ അതെ. അത് മാത്രമല്ല ജൂനാഗാഡ് പ്രായത്തിൽ ആനന്ദവനം സ്വാമി ജൂനിയർ ആണെങ്കിലും അദ്ദേഹത്തിന് ജൂനാഗാഡയിലെ ഏറ്റവും പ്രധാനിയാണ് പുള്ളി. അത് മാത്രം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്, അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളൊന്നുമില്ല, എത്രയോ കാലമായി. കാശി, ഉത്തരേന്ത്യയിലെ സ്ഥലങ്ങള്, കാശിയെ കുറിച്ചുള്ള കാര്യങ്ങള്, കുംഭമേളയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കണ്ടുള്ള അറിവുള്ള ഒരാൾ എനിക്ക് ഉണ്ടോന്ന് അറിയില്ല. അത്ര അറിവുള്ള ഒരാള്. അദ്ദേഹം ഒരു എന്ത് സഹായത്തിന് വേണ്ടി എന്നെ വിളിച്ചോളാൻ പറഞ്ഞാൽ അദ്ദേഹം പറയും. അല്ല, എന്നെയും ഒരുപാട് നമ്മളൊരു 2-3 എപ്പിസോഡ് ആനന്ദവനം സ്വാമിയായിട്ട് ചെയ്തല്ലോ. അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്, സ്വാമിയുടെ നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ പേര് വിളിച്ചിട്ടുണ്ട്, അവിടെ പോകുന്നുണ്ട്. ഏതായാലും കുംഭമേളയ്ക്ക് എല്ലമാർക്കയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നത് സന്തോഷകരമാണ്. അത് നമ്മൾ ഇത്രയും വലിയ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുമാരികാണ്ഡം എന്ന് പറഞ്ഞൊരു ബോർഡ് ഞാൻ അവിടെ വെക്കും. അല്ല, ഏതായാലും 1000 പേരെ എല്ലമാർക്കയുടെ ലേബലിൽ അവിടെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് അവിടെ നടത്തുന്ന വലിയൊരു ഇതിന്റെ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പരിക്രമം നടക്കാൻ പോവാണ്. ഒരു പദയാത്ര, നേരത്തെ പറഞ്ഞ പോലെ മുരുകൻ്റെ ഒരു പടയാളികളുടെ ഒരു പദയാത്ര അവിടെ നടക്കാൻ പോവാണ്, മുരുക പൂജ നടക്കാൻ പോവാണ്. അതൊരു ഭഗവാൻ അനുഗ്രഹം. നമ്മളൊന്നും ചിന്തിക്കാണ് നമ്മളെ തേടി വന്ന ഭഗവാനായിട്ട് കൊണ്ടുവന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ അത് അതിന്റെ ഗംഭീരമായിട്ട് ചെയ്യാൻ നടക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഭഗവാൻ എല്ലമാർക്കയുടെ കൂടെയുണ്ട്. അദ്ദേഹമാണ്. അതെ അതെ. പക്ഷേ കുംഭമേള എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പങ്കെടുത്തിരിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ മഹാകുംഭ. അത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഈ 13-നോ 19-നോ 24-നോ മറ്റോ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഷഹി സ്നാനിന് വരുന്നുണ്ട്. അപ്പോൾ വലിയ ക്രൗഡാണ്. എന്നാൽ പോലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയാണ് അതിൻ്റെ സുരക്ഷ ഒരുക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. 6500 കോടി രൂപയാണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് കുംഭമേളയുടെ നടത്തിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷേ അത് സർക്കാർ ആ പണം ചെലവഴിച്ചാലാണ് 40,000 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. തിരിച്ച് പിന്നെ എത്രയോ ആളുകൾക്ക് തൊഴിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ തോതിലുള്ള, പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വൈബ് അറിയുള്ളൂ. കേരളത്തിലെ ആൾക്കാർക്ക് അത് അറിഞ്ഞിട്ടില്ല, കുംഭമേള എന്താണെന്ന് അറിയില്ല. അവിടെ ചെല്ലുമ്പോഴേ നമ്മളൊരു വേറെ ലോകത്താണ്. അതെ അതെ. ഒരു വല്ലാത്ത 40 കോടി ആളുകളാണ് കുംഭമേളയ്ക്ക് വന്നു പോകുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? 40 കോടി ആളുകൾ. അത് അസാധ്യം. ലോകത്തിൽ ഇതുപോലൊരു വലിയ ആഘോഷം അല്ലെങ്കിൽ ഉത്സവം, ഒരു വിശ്വാസത്തിൻ്റെ അണിചേരൽ വേറെയില്ല.
അതിൽ ഇപ്പോൾ മലയാളിയെ അത് ബോധവൽക്കരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ABC ചെയ്തു. നമ്മൾ 2-3 എപ്പിസോഡ് ചെയ്യുകയും അതിനൊക്കെ നല്ല റെസ്പോൺസായിരുന്നു. അല്ല അദ്ദേഹത്തിൻ്റെയൊക്കെ എപ്പിസോഡ് ചെയ്യണം. അതെ അതെ അത് നമ്മൾ ചെയ്തു. അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. സ്വാമിയും പറഞ്ഞു ഏതായാലും LMRKയുടെ കൊടി കാശിയിലും പ്രയാഗ്രാജിലും കുമാരഘട്ടത്തിന്റെ ഫ്ലാഗ് ഇവിടെ പഴനിയിൽ പറഞ്ഞ അവിടെയും ഉയരട്ടെ. ഭഗവാൻ അന്നും വരുമോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരണമെന്ന് വലിയ അങ്ങ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ടിക്കറ്റ് വില എടുത്ത് നോക്കി. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഫെബ്രുവരിയിൽ എനിക്ക് മറ്റ് ചില പരിപാടികൾ ഞാൻ ഏറ്റിട്ടുണ്ട്. പിന്നെ അതും ഇതും കൂടെ എല്ലാം കൂടെ മാറുമ്പോൾ ഇവിടുത്തെ ഷൂട്ടിന് ഒരു തടസ്സം വരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ്. ഇനി ഭഗവാൻ നീ പോകൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഞാനത് ഭഗവാന്റെ ഭാഗത്തിൽ വെച്ചിരിക്കുകയാണ്. ഭഗവാൻ തീരുമാനിക്കട്ടെ. എന്തായാലും കുംഭമേളയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുമാരികാണ്ഡത്തിൻ്റെ ഒരു ഇത് വരികയാണ്. അതാണ്, അത് വലിയ സന്തോഷമാണ്. അത് ഒരു മാത്രമല്ല അതിലൂടെ നമ്മളും ഒരു ശ്രദ്ധയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആലോചിച്ചോട്ടെ, നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പോഴും സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ള ഒരാളുടെ മാനസികാവസ്ഥയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇതൊക്കെ എങ്ങനെ നടക്കണേ എന്നുള്ളൊരു നടത്താൻ ഒരാളുണ്ട്. അതാണ് നമ്മൾ ഈ ചതുരംഗ പലകയിലെ കരുക്കളാണ് നമ്മൾ. എങ്ങനെ ഓരോ കരുവും എങ്ങനെ നീങ്ങണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിന്നു കൊടുക്കുക, അദ്ദേഹം നീക്കിക്കോളും, കൈപിടിച്ച് അദ്ദേഹം കൊണ്ടുപോയിക്കോളും. ഏതായാലും കുംഭമേള LMRKയുടെ കുംഭമേള ഈ വർഷം സവിശേഷകരമായി മാറട്ടെ. ജയ് പഴനിയാണ്ടവ അവിടെ. അതെ. അപ്പോൾ ABCയുടെ എല്ലാ ആശംസകളും, അതിൽ പങ്കെടുക്കുന്ന 1000 പേർക്കും ABCയുടെ ആശംസകൾ. സന്തോഷം. താങ്ക് യു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.